class 11 physics. For HSC, CBSE and ISC students, and we are seeing laws of motion, and today this is class number P34, Newton's third law of motion. Today we discuss Newton's third law of motion and its proof, class 11 physics. അപ്പോൾ ഇന്ന് പ്ലസ് 1 ഫിസിക്സിൻ്റെ ആ ടോപ്പിക്കാണ്, ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എന്നുള്ള ടോപ്പിക്ക് ക്ലാസ് നമ്പർ 34 അതാണ് പറയുന്നത്. HSC, CBSE, ISC സ്റ്റുഡൻസിനുള്ളതാണ്. So what is Newton's third law of motion? We can see the statement first. Newton's third law of motion is a statement. This law states that to every action there is an equal and opposite reaction. To every action there is an equal and opposite reaction. Action and reaction forces are always equal in magnitude but opposite in direction. And they act on different bodies. Action and reaction act on different bodies, and so they will not cancel each other. As an explanation, you see the figure. Upon a surface, upon a table, a mass m is kept. The weight mg, that is w, is acting downwards, and the table, the surface exerts a force r upwards, and that is called a normal reaction. In the figure below, w is the weight equal to mg of the body acting downward, and r is equal to reaction acting normal to its surface due to its weight. Then action is equal to minus reaction, or F12 is equal to minus F21. That is W is equal to R. That is the meaning of Newton's second law. Now, third law. ഇപ്പോൾ ന്യൂട്ടൻ്റെ തേർഡ് ലോ കാണിക്കുന്നതിന് ഒരു എക്സാമ്പിളൂടെ കാണിച്ചിരിക്കുകയാണ്. എം മാസുള്ള വസ്തു, അതിൻ്റെ വെയിറ്റ് mg ആണ്. അത് ഒരു മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. മേശ മേൽപോട്ട് ഒരു റിയാക്ഷൻ കൊടുക്കും, അതിനെ നോർമൽ റിയാക്ഷൻ ആറെന്ന് പറയും. ആ വസ്തുവിന് വെയിറ്റ് mg താഴോട്ട് പ്രവർത്തിക്കും. രണ്ട് ഈക്വലാണ്, രണ്ട് ഓപ്പോസിറ്റാണ്. ഇതാണ് ആക്ഷൻ റിയാക്ഷൻ്റെ അർത്ഥം. അപ്പോൾ ആക്ഷൻ വരുന്നത് ആ ടേബിളിലാണെങ്കിൽ റിയാക്ഷൻ വരുന്നത് വസ്തുവിലാണ് വരുന്നത്. അപ്പോൾ രണ്ട് ഡിഫറൻറ്റ് ബോഡിയിലാണ് ഈ ആക്ഷൻ റിയാക്ഷൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവ പരസ്പരം ക്യാൻസൽ ചെയ്യത്തില്ല. ആക്ഷൻ ഈസ് മൈനസ് റിയാക്ഷൻ, അല്ലെങ്കിൽ ആക്ഷനെ നമ്മൾ F12 എന്ന് പറയും, F12, റിയാക്ഷനെ F21 എന്ന് പറയും. അത് രണ്ട് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഒരു മൈനസ് ഇട്ട് കാണിക്കും. F12 ഈസ് ഈക്വൽ മൈനസ് F21. അതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ആക്ഷൻ ഈസ് മൈനസ് റിയാക്ഷൻ. ആൻഡ് വൺ മോർ സെൻറ്റൻസ് അബൌട്ട് ദിസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. അവ രണ്ടും പരസ്പരം ക്യാൻസൽ ചെയ്യുന്നതല്ല. എന്താണ് കാരണം? ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് though equal in magnitude and opposite in direction do not cancel each other because they act on different bodies. വ്യത്യസ്ത വസ്തുക്കളിലാണ് ഈ ആക്ഷനും റിയാക്ഷനും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവ രണ്ടും ക്യാൻസൽ ചെയ്യത്തില്ല. വ്യത്യസ്ത വസ്തുക്കളിലാണ് ആക്ഷനും റിയാക്ഷനും പ്രവർത്തിക്കുന്നത് എന്ന കാരണത്താൽ അവ ക്യാൻസൽ ചെയ്യുന്നതല്ല. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് ഓർ സിംപ്ലി ആക്ഷൻ ആൻഡ് റിയാക്ഷൻ do not cancel each other. The action and reaction forces, though equal in magnitude and opposite in direction, do not cancel each other because they act on different bodies. They act on different bodies. ആപ്ലിക്കേഷൻ തേർഡ് ലോയുടെ ചില ആപ്ലിക്കേഷൻസ് പറയുകയാണ്. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിത്യജീവിതത്തിൽ കാണുന്ന ചില തേർഡ് ആപ്ലിക്കേഷൻസാണ്. ഏതാണ് എണ്ണം? നമ്പർ 1, റിക്കോയിൽ ഓഫ് ഗൺ. അപ്പോൾ റിക്കോയിൽ ഓഫ് ഗൺ നമ്മൾ വേറെ ഒന്നുകൂടി കാണുന്നുണ്ട്, എങ്കിലും ആദ്യമൊന്ന് ഏകദേശം പറയാം. റിക്കോയിൽ ഓഫ് ഗൺ, തോക്കിൻ്റെ പുറകോട്ടുള്ള ചാട്ടം എന്ന് മലയാളത്തിൽ പറയും. തോക്ക് ഉപയോഗിച്ച് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ആ വെടിയുണ്ട പോകുന്നതിന് ഓപ്പോസിറ്റായിട്ട് തോക്ക് ചലിക്കും, പിന്നോട്ട് ചാടും. അതിനെ റിക്കോയിൽ ഓഫ് ഗൺ എന്ന് പറയും. വെൻ എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ, the gun recoils back. ഒരു തോക്കിൽ നിന്ന് വെടി തുറക്കുമ്പോൾ തോക്ക് പുറകോട്ട് ചാടും. The reason is that the gun exerts a force on bullet.
a force on bullet in forward direction, the bullet also exerts an equal and opposite reaction force on the gun. As a result, the gun recoils in backward direction. The gun recoils in backward direction. The gun experiences or the gun feels a backward jerk. തോക്കിന് പുറകോട്ടുള്ള ചാട്ടം അനുഭവപ്പെടും. The lighter gun will have a larger backward velocity, and so the gunman experiences more jerk. You look here, the gunman feels a backward jerk. That is written. The gunman feels a backward jerk. The lighter gun will have a large backward velocity, and so gunman experience more jerk. അപ്പോൾ തോക്ക് ഉപയോഗിച്ച് വെടിയുണ്ട പുറത്തേക്ക് വിടുമ്പോൾ ആ വെടിയുണ്ട പോകുന്ന റിയാക്ഷൻ മൂലം തോക്ക് പുറകോട്ട് ചാടും. ഇങ്ങനെ ചാടുന്നതിന് ആ റിക്കോയിൽ ഓഫ് ഗൺ എന്ന് പറയും. ലൈറ്റർ ഗണ്ണാണെങ്കിൽ അത് കൂടുതൽ വേഗത്തിൽ പുറകോട്ട് ചലിക്കും. ലൈറ്റർ ഗണ്ണിന് ഭാരം കുറഞ്ഞ ഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയാണെങ്കിൽ ആ റിക്കോയിൽ വെലോസിറ്റി അല്പം കൂടുതലായിരിക്കും. നെക്സ്റ്റ് മോഷൻ ഓഫ് റോക്കറ്റ്സ് ആ ജെറ്റ് പ്ലെയിൻസ്. ഈ ജെറ്റ് പ്ലെയിൻസ് എല്ലാം ന്യൂട്ടൻ്റെ തേർഡ് ലോ വെച്ചാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം റോക്കറ്റിനകത്ത് ഗേഷ്യസ് പ്രോഡക്റ്റ്, അതിനകത്തുള്ള ഫ്യൂല് കത്തിക്കുമ്പോൾ ആ ഗേഷ്യസ് പ്രോഡക്റ്റ് ഉണ്ടാകും. അത് ഈ റോക്കറ്റിന് താഴെയുള്ള ഒരു ഹോളിലൂടെ ശക്തമായി പുറത്തേക്ക് തള്ളുമ്പോൾ അത് റിയാക്ഷൻ ഫോഴ്സ് മൂലം റോക്കറ്റ് മുകളിലോട്ട് ഉയരും. The working of rocket is also based on Newton's third law. The working of rocket is also based on Newton's third law. A rocket contains a combustion chamber. ഒരല്പം ഒന്ന് രണ്ട് വാക്ക് തെളിഞ്ഞിട്ടില്ല. So you look here. A rocket contains a combustion chamber having a hole at the bottom. When fuel burns rapidly, അതിനകത്തുള്ള ഇന്ധനം കത്തുമ്പോൾ, when fuel burns rapidly, the hot gases emerge forcefully from the bottom in backward direction, and the rocket moves in forward direction. The force exerted by rocket on the gases is action force. The force exerted by the gases on the rocket is the reaction force. It is the reaction force on rocket in forward direction due to which rocket moves. അപ്പോൾ റോക്കറ്റിനകത്തുള്ള ഫ്യൂൽ ബേൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബോട്ടമിലുള്ള ഹോളിലൂടെ ഗ്യാസ് പുറത്തേക്ക് തള്ളും. അത് ആക്ഷൻ ഫോഴ്സായിട്ട് മാറും. റിയാക്ഷൻ ഫോഴ്സ് മൂലം റോക്കറ്റ് മുകളിലോട്ട് പോകും. അതാണ് മറ്റൊരു ആപ്ലിക്കേഷൻ. ജെറ്റ് പ്ലെയിനിൻ്റെ അങ്ങനെ തന്നെയാണ്. ജെറ്റ് പ്ലെയിനകത്ത് ഗ്യാസ് പുറത്തോട്ട് തള്ളുമ്പോൾ ഓപ്പോസിറ്റായിട്ട് പ്ലെയിൻ സഞ്ചരിക്കും. കേസ് ഓഫ് ഹോസ് പൈപ്പ്. ഹോസുകൾ, വെള്ളം പമ്പ് ചെയ്യുന്ന, വെള്ളം നമ്മൾ ഒഴുക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പുകൾ, ഹോസ് പൈപ്പുകൾ, അത് നമ്മൾ ശക്തമായിട്ട് പിടിച്ചില്ലെങ്കിൽ പിന്നെ അത് ഹോൾഡ് ചെയ്യാൻ നമുക്ക് പ്രയാസം നേരിടുന്ന, നല്ല ബലം കൊടുത്ത് വേണം പിടിക്കാനായിട്ട്. ദ കേസ് ഓഫ് ഹോസ് പൈപ്പ്. ഒരു ഹോസിനകത്തുകൂടി നമ്മൾ വെള്ളം പുറത്തേക്ക് അയക്കുമ്പോൾ ആ ഹോസ് നല്ല ഫോഴ്സ് വരും. വെൻ ഫയർമാനാണിത് ശക്തമായിട്ട് വെള്ളം പായിക്കുന്നത്. വെൻ ഫയർമാൻ ഡയറക്റ്റ് water stream on fire from a hose pipe, the water stream exerts a reaction force in backward direction. So hose pipe has a tendency to go backward. That is why the firemen have to hold the hose pipe strongly. ഇപ്പോൾ ഫയർമാൻ തീയെടുത്താനായിട്ട് നമ്മൾ ഹോസ് പൈപ്പ് ഉപയോഗിച്ച് വെള്ളം പായിക്കുമ്പോൾ ആ വെള്ളം ശക്തമായിട്ട് മുന്നോട്ട് കുതിക്കും. അത് ആക്ഷൻ ഫോഴ്സാണ്. റിയാക്ഷൻ മൂലം ആ ഹോസിൻ്റെ പുറകോട്ട്
ഒരു ഫോഴ്സ് വരും. ഇപ്പം ശക്തമായിട്ട് ഈ ഫയർമാൻ ഈ ഹോസ് പിടിച്ചില്ല എങ്കിൽ അത് പുറകോട്ട് തിരിച്ചു പോകും. അപ്പോൾ ശക്തമായിട്ട് ഹോൾഡ് ചെയ്തിട്ട് വേണം അതിലൂടെ വെള്ളം പുറത്തേക്ക് പായിക്കാനായിട്ട്. നമ്മൾ നനമെഷീൻ വെച്ച് വെള്ളം മോട്ടർ ഉപയോഗിച്ച് പമ്പ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് അനുഭവപ്പെടാം. ഇനി കേസ് ഓഫ് എ ബോട്ട്, ഒരു ബോട്ടിനകത്ത് നിന്ന് ഒരാൾ ഈ ആക്ഷൻ റിയാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കേസ് ഓഫ് ബോട്ട്, ഇറ്റ് ഈസ് എ കോമൺ എക്സ്പീരിയൻസ് ദാറ്റ് when a man jumps out of a boat to the bank of the river, the boat moves backward in opposite direction of man. ഇപ്പോൾ ഈ വഞ്ചി എടുക്കുമ്പോൾ വഞ്ചിയിൽ നിന്ന് ഒരാൾ ചാടി പുറത്തേക്ക് കരയിലേക്ക് ചാടുകയാണെങ്കിൽ ആ വഞ്ചി പുറകോട്ട് പോകുന്നത് കാണാം. The reason is when man steps out of the boat, he presses the boat in backward direction. ഇയാൾ ചാടി ഇറങ്ങുമ്പോൾ ബാക്ക്വേർഡായിട്ടൊരു ഫോഴ്സ് വരും, ആക്ഷൻ ഫോഴ്സ് ഓൺ ബോട്ട്. ഈ റെസ്പോൺസ് ടു ഇറ്റ് ദ ബോട്ട് എക്സേർട്സ് എ റിയാക്ഷൻ ഫോഴ്സ് ഓൺ ദ മാൻ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ വിച്ച് എനേബിൾസ് ഹിം ടു മൂവ് ഫോർവേഡ്. As the result of this, as the boat is floating on water, it moves backward. അപ്പോൾ ഒരാൾ വള്ളത്തിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ ആ ഇറങ്ങാൻ വേണ്ടി ഫോഴ്സ് ബോട്ടിൽ പ്രയോഗിക്കും. അത് ബോട്ട് റിയാക്ഷൻ ഫോഴ്സ് വരും. ആ റിയാക്ഷൻ ഫോഴ്സ് മൂലം ബോട്ട് പുറകോട്ട് നീങ്ങും. അപ്പോൾ എല്ലായിടത്തും ആക്ഷനും റിയാക്ഷനുമാണ് നമ്മൾ കാണുന്നത്. ഇൻ ഓൾ കേസസ് വി സി ആക്ഷൻ റിയാക്ഷൻ. ആക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് റിയാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലൈയിങ് ഓഫ് ബേർഡ്. There is a question like this: when a bird flies off a branch of a tree, the branch moves. Why? That is a question. ഒരു കിളി മരക്കൊമ്പിൽ നിന്ന് പറന്നു പോകുമ്പോൾ കൊമ്പ് അനങ്ങുന്നത് കാണാം. എന്തുകൊണ്ടാണ്? When a bird flies, it pushes the air downward. അത് കിളി പറക്കുന്നതിനെ പറ്റിയാണ്, നോട്ട് ജമ്പിങ് ഫ്രം എ ബ്രാഞ്ച്. When a bird flies, it pushes the air downward with its wings, action force. The air exerts an equal and opposite force on the bird in the upward direction, reaction force. അപ്പോൾ ഒരു കിളി പറക്കുമ്പോൾ ആ ചിറകുകൊണ്ട് വായുവിനെ താഴത്തേക്ക് തള്ളിയാണ് ആക്ഷൻ ഫോഴ്സ്. റിയാക്ഷൻ ഫോഴ്സ് മൂലം ഇത് വായുവിൽ പൊന്തി നിൽക്കുകയും പറക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ, when a bird flies off a branch of a tree, the branch moves. ഒരു കിളി മരക്കൊമ്പിൽ നിന്ന് പറന്നു പോകുമ്പോൾ കൊമ്പനങ്ങും. Flying is action. The bird exerts some force on the branch. Due to reaction force, the branch moves, oscillates. അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണിത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ് ആൻഡ് explain Newton's third law. First part, give two examples. You will hear. Give two examples. You correct it. You give two examples to illustrate Newton's third law. Explain recoil of a gun. When a bird, the spelling is bird, B-I-R-D. When a bird flies off the branch of a tree, the branch moves. Why? Number 5, in swimming, the man pushes water backward. Why? നീന്തുമ്പോൾ ഒരാൾ വെള്ളം പുറകോട്ട് തള്ളുന്നത് എന്തിനാണ്? വെള്ളം പുറകോട്ട് തള്ളുക എന്ന് പറഞ്ഞാൽ ആക്ഷനാണ്. റിയാക്ഷൻ ഫോഴ്സ് മൂലം ഇയാൾ മുന്നോട്ട് ചലിക്കും. അപ്പോൾ ബേർഡ് സ്പെല്ലിംഗ് തിരുത്തുക, B-I-R-D. That is all with your 34th lecture. We continue our class. Thank you very much.